ഹായ് എവരി വൺ, വെൽക്കം ടു ലേൺ ടു സ്റ്റഡി. ഈ വീഡിയോയിൽ നമ്മൾ മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിനെ കുറിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമത്തെ മെത്തേഡായിട്ടുള്ള ഡെപ്റ്റർ സിസ്റ്റമാണ് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ മീനിങ്, ഡെഫിനിഷനും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെത്തേഡ്സ് ഓഫ് മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് ഇൻ ദി കേസ് ഓഫ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസ്, അതായത് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചസിൻ്റെ കേസിൽ ഏതൊക്കെ മെത്തേഡിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുള്ളതൊക്കെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെയിനായിട്ട് വരുന്ന 4 മെത്തേഡാണിത്. 1 ഡെപ്റ്റർ സിസ്റ്റം, 2 സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റം, 3 ഫൈനൽ അക്കൗണ്ട് സിസ്റ്റം, 4 ഹോൾസെയിൽ ബ്രാഞ്ച് സിസ്റ്റം. അപ്പോൾ ഇതിൽ നമുക്ക് ഈ 2 മെത്തേഡ് മാത്രമേ സിലബസിൽ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഹിയർ വി ഡിസ്കസ് ഓൺലി ദി ഫസ്റ്റ് 2 മെത്തേഡ്സ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് എന്ത്, ഡെപ്റ്റേഴ്സ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രാഞ്ച് അക്കൗണ്ടിങ് അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല, സിമ്പിളാണ്. പക്ഷേ നമുക്ക് എന്തറിഞ്ഞിരിക്കണം, ഇതിൻ്റെ ഓരോ ഫോർമാറ്റുകൾ നമുക്ക് നന്നായിട്ട് അറിയണം. അപ്പോൾ ഫോർമാറ്റ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യന് അതിലെ ഓരോ ഐറ്റംസ് നമ്മൾ ആ ഫോർമാറ്റിലേക്ക് എടുത്ത് അങ്ങനെ എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ട്സ് കംപ്ലീറ്റ് ആവും. പിന്നെ എക്സാമിന് നമ്മൾ ഫുൾ ആൻസർ കറക്റ്റ് ആയാലേ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ എന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എത്ര എഴുതണോ അത്ര എഴുതണീനുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളത് ഫുൾ എഴുതി എന്നിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾ എഴുതിയത് എത്രത്തോളം ശരിയുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇപ്പോൾ 10 മാർക്സിൻ്റെ ഒരു എസ്സേ ആയിട്ടാണ് ചോദിച്ചത്. അപ്പോൾ കറക്റ്റ് ആൻസർ കിട്ടിയ ആൾക്ക് ഫുൾ 10 മാർക്ക് കിട്ടും. ഇല്ല, അവിടെ ഇവിടെയും കുറച്ച് മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മിസ്റ്റേക്കിൻ്റെ രീതിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് അതിന് മാർക്ക് ഇങ്ങനെ കുറഞ്ഞു വരും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഫുൾ ആൻസർ കിട്ടിയ ആൾക്കേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോർമാറ്റ് നന്നായിട്ട് അറിയും. നിങ്ങൾ ആ ഫോർമാറ്റൊക്കെ എഴുതുന്നുണ്ട്, ആ ഫോർമാറ്റിലൊക്കെ പ്രകാരം നിങ്ങൾ എഴുതുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഫോർമാറ്റ് പഠിക്കൽ എന്താണ്, നിർബന്ധമാണ്. ഫോർമാറ്റ് പഠിക്കാതെ നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ടിങ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ അതിൽ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചാണ് നമ്മൾ പറയുന്നത്. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്താണെന്ന് അറിയാലോ. ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ് ഓഫീസിനെ അല്ലെങ്കിൽ മെയിൻ ബ്രാഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ബ്രാഞ്ചുകളെയാണ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച്. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത് ആരാണ്, ആ ഹെഡ് ഓഫീസാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഡെപ്റ്റർ സിസ്റ്റം എന്ന് നോക്കാം. അണ്ടർ ഡെപ്റ്റർ സിസ്റ്റം ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ബ്രാഞ്ച് ആൻഡ് ഹെഡ് ഓഫീസ് ഈസ് സിമിലർ ടു ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ. അപ്പോൾ ഡെപ്റ്റർ സിസ്റ്റത്തിൽ ബ്രാഞ്ചും അതേപോലെ തന്നെ ഹെഡ് ഓഫീസും എന്ത് റിലേഷനാണ്, ഒരു ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷനാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഡെപ്റ്റർ എന്ന് അറിയണം. എന്താ ഡെപ്റ്റർ? ഇപ്പോൾ നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ ഡെപ്റ്റേഴ്സ് എന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഡെപ്റ്റേഴ്സ് നമ്മൾ എവിടെ കാണിക്കുക, ബാലൻസ് ഷീറ്റിൻ്റെ കറണ്ട് അസറ്റിലാണ് കാണിക്കുന്നത്. കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആയിട്ട്, അതായത് ലിക്വിഡിറ്റി കൂടുതലുള്ള അസറ്റുകളാണ് നമ്മൾ കറണ്ട് അസറ്റ് ആയിട്ട് പറയുന്നത് അല്ലേ. ലൈക്ക് ക്യാഷ്, ബാങ്ക്, അതേപോലെ തന്നെ സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിളൊക്കെ. അപ്പോൾ ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കമ്പനിക്ക് ക്യാഷ് തരാനുള്ള പേഴ്സൺസിനെയാണ് ഡെപ്റ്റേഴ്സ്. നമുക്ക് ക്യാഷ് ആരുടെ നിന്നാണോ കിട്ടാനുള്ളത് ആ പേഴ്സണാണ് ഡെപ്റ്റർ. നമ്മൾ ആർക്കാണോ ക്യാഷ് കൊടുക്കാനുള്ളത് ആ പേഴ്സണാണ് ക്രെഡിറ്റർ. അപ്പോൾ ഡെപ്റ്റർ ക്രെഡിറ്റർ റിലേഷനാണ് ഇവിടെ ബ്രാഞ്ചും ഹെഡ് ഓഫീസും തമ്മിൽ ഉണ്ടാവുന്നത്. ഏതിൻ്റെ കേസിൽ, ഈ ഡെപ്റ്റേഴ്സ് സിസ്റ്റത്തിൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ ബ്രാഞ്ച് ട്രീറ്റ്സ് ഇറ്റ്സ് ഹെഡ് ഓഫീസ് ആസ് ഇറ്റ്സ് ക്രെഡിറ്റർ ആൻഡ് ഹെഡ് ഓഫീസ് ട്രീറ്റ്സ് ബ്രാഞ്ച് ആസ് ഇറ്റ്സ് ഡെപ്റ്റർ. അപ്പോൾ ബ്രാഞ്ച് ഹെഡ് ഓഫീസിനെ ക്രെഡിറ്ററായിട്ടും ഹെഡ് ഓഫീസ് ബ്രാഞ്ചിനെ ഡെപ്റ്ററായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹെഡ് ഓഫീസിൻ്റെ കോൺസെപ്റ്റ് പ്രകാരം അല്ലെങ്കിൽ നമ്മൾ ഹെഡ് ഓഫീസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ബ്രാഞ്ച് ഹെഡ് ഓഫീസിന് എന്താണ്, ഡെപ്റ്ററാണ്. അതായത് ബ്രാഞ്ചിൽ നിന്ന് നമുക്ക് ഹെഡ് ഓഫീസിലേക്ക് ക്യാഷ് കിട്ടാറുണ്ട് അല്ലേ. ദെൻ നമ്മളൊരു ബ്രാഞ്ചായിട്ടാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ബ്രാഞ്ചിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഹെഡ് ഓഫീസ് നമ്മളുടെ ആരാണ്, ക്രെഡിറ്ററാണ്. കാരണം നമ്മൾ ഹെഡ് ഓഫീസിന്, ആ പെർട്ടിക്കുലർ ബ്രാഞ്ച് ഹെഡ് ഓഫീസിന് ക്യാഷ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ക്രെഡിറ്ററാണ്. അപ്പോൾ ബ്രാഞ്ചിനെ സംബന്ധിച്ച് ഹെഡ് ഓഫീസ് ക്രെഡിറ്ററും അതേപോലെ തന്നെ ഹെഡ് ഓഫീസിനെ സംബന്ധിച്ച് ബ്രാഞ്ച് ഡെപ്റ്ററാണ്. അതാണ് എന്ത്, ഡെപ്റ്റർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ദാറ്റ് ഈസ് വൈ ദിസ് മെത്തേഡ് ഈസ് കോൾഡ് ഡെപ്റ്റേഴ്സ് മെത്തേഡ്. അതുകൊണ്ടാണ് ഇതിനെ ഡെപ്റ്റേഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹെഡ് ഓഫീസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് കാണുന്നത്. അപ്പോൾ ഹെഡ് ഓഫീസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ബ്രാഞ്ച് എന്ന് പറയുന്നത് ഹെഡ് ഓഫീസിന് എന്താണ്, ഡെപ്റ്ററാണ്. അതുകൊണ്ടാണ് ഇതിനെ ഡെപ്റ്റർ സിസ്റ്റം എന്ന് പറയുന്നത്. ദെൻ ദിസ് സിസ്റ്റം ഈസ് ഓൾസോ നോൺ ആസ് വൺ അക്കൗണ്ട് സിസ്റ്റം. ഈ സിസ്റ്റത്തിന് നമ്മൾ വൺ അക്കൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നുണ്ട്. കാരണം എന്താ, ഇവിടെ മെയിൻ ബ്രാഞ്ച് അല്ലെങ്കിൽ ഹെഡ് ഓഫീസാണ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ സിസ്റ്റം എപ്പോഴാണ് ഫോളോ ചെയ്യുന്നത്, ദിസ് മെത്തേഡ് ഈസ് ജനറലി ഫോളോഡ് വെൻ ദി സൈസ് ഓഫ് ദി ബ്രാഞ്ച് ഈസ് സ്മോൾ. അപ്പോൾ ബ്രാഞ്ചിൻ്റെ സൈസ് കുറവാണെന്നുണ്ടെങ്കിൽ ആ കേസിലാണ് നമ്മൾ എന്ത് ഫോളോ ചെയ്യുക, ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. ഓക്കെ,
ദെൻ ഇനി ഈ മെത്തേഡ് പ്രകാരം എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുള്ളതാണ്. അണ്ടർ ദിസ് മെത്തേഡ് ദി ഹെഡ് ഓഫീസ് പ്രിപ്പയർസ് ഓൺലി 1 അക്കൗണ്ട് ഫോർ ഈച്ച് ബ്രാഞ്ച്. ഈ മെത്തേഡ് പ്രകാരം ഓരോ ബ്രാഞ്ചിനും ഹെഡ് ഓഫീസ് ഒരൊറ്റ അക്കൗണ്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പ്രിപ്പയർ ചെയ്യുള്ളൂ. ദിസ് 1 അക്കൗണ്ട് ഈസ് കോൾഡ് ബ്രാഞ്ച് അക്കൗണ്ട്. ഈ ഒരു അക്കൗണ്ടിനെയാണ് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ പർപ്പസ് എന്താണ്? ദാറ്റ് ഈസ് ടു അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ് മെയ്ഡ് ബൈ ഈച്ച് ബ്രാഞ്ച്. ഓരോ ബ്രാഞ്ചും ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോ ബ്രാഞ്ചിനും കിട്ടുന്ന പ്രോഫിറ്റ്, ബ്രാഞ്ചിൻ്റെയും പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അസർട്ടൈൻ ചെയ്യുക, നിർണ്ണയിക്കുക. അപ്പോൾ ഓരോ ബ്രാഞ്ചും പ്രോഫിറ്റിലാണോ അല്ലെങ്കിൽ ലോസിലാണോ എന്നുള്ളത് നിർണ്ണയിക്കാണ് ഈ ബ്രാഞ്ച് അക്കൗണ്ട് ഫോം ചെയ്യുന്നതിൻ്റെ പർപ്പസ്. അപ്പോൾ ശ്രദ്ധിക്കുക, ബ്രാഞ്ച് അക്കൗണ്ട് ഫോം ചെയ്യുന്നത് ഹെഡ് ഓഫീസാണ്. ഓരോ ബ്രാഞ്ചിനും ഒരു അക്കൗണ്ട് മാത്രമേ ഫോം ചെയ്യുള്ളൂ. അപ്പോൾ ഒരു ബ്രാഞ്ചിന് ഒരൊറ്റ അക്കൗണ്ട്, അതിനെയാണ് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് പറയുന്നത്. ബ്രാഞ്ച് അക്കൗണ്ട് എന്തിനാണ് ഉണ്ടാക്കുന്നത്? ബ്രാഞ്ച് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അസർട്ടൈൻ ചെയ്യാനാണ്. സച്ച് ബ്രാഞ്ച് അക്കൗണ്ട് ഈസ് എ നോമിനൽ അക്കൗണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ തയ്യാറാക്കുന്ന ബ്രാഞ്ച് അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ടാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താ പറയുന്നത്? ദി ഹെഡ് ഓഫീസ് റെക്കോർഡ്സ് ഓൺലി ദി ട്രാൻസാക്ഷൻസ് ദാറ്റ് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ഇറ്റ് സെൽഫ് ആൻഡ് ഇറ്റ്സ് ബ്രാഞ്ച്. അപ്പോൾ ഹെഡ് ഓഫീസ് ഏതൊരു ബ്രാഞ്ചിലേക്കാണോ നമ്മൾ ട്രാൻസാക്ഷൻ, ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടക്കുന്നത്, ആ ബ്രാഞ്ചായിട്ടുള്ള ട്രാൻസാക്ഷൻസ് മാത്രമാണ് ഹെഡ് ഓഫീസ് എന്ത് ചെയ്യുന്നത്, ബ്രാഞ്ച് അക്കൗണ്ടിൽ കാണിക്കുന്നത്. ദി ബ്രാഞ്ച് അക്കൗണ്ട് ഓൾസോ ഷോസ് ദി ബാലൻസസ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദി ബ്രാഞ്ച്. ബ്രാഞ്ച് അക്കൗണ്ടിൽ അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും ബാലൻസ് മാത്രമാണ് ബ്രാഞ്ച് അക്കൗണ്ടിൽ കാണിക്കുന്നത്. ദീസ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദി ബ്രാഞ്ച് റെപ്രസെൻറ്റ്സ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ ദി ഹെഡ് ഓഫീസ് ഇൻ എ പെർട്ടിക്കുലർ ബ്രാഞ്ച്. അപ്പോൾ ഈ അസറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു പെർട്ടിക്കുലർ ബ്രാഞ്ചിൽ ആ ഹെഡ് ഓഫീസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള അസറ്റ്സ്, ലയബിലിറ്റീസ്, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ബ്രാഞ്ച് അക്കൗണ്ട് ഈസ് എ കോമ്പിനേഷൻ ഓഫ്, ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ദി ബ്രാഞ്ച്. അപ്പോൾ ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ചിൻ്റെ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇതിൽ വരിക, ബ്രാഞ്ച് അക്കൗണ്ടിൽ വരിക. ഇനി ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഡെപ്റ്റർ സിസ്റ്റത്തിൽ ബ്രാഞ്ച് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ മെത്തേഡ്സ് ഓഫ് ചാർജിങ് ഗുഡ്സ് ടു ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ച്. ഓക്കെ, അപ്പോൾ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിന് ഹെഡ് ഓഫീസ് ഗുഡ്സ് ചാർജ് ചെയ്യുന്ന മെത്തേഡ്സ്. അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിന് ഹെഡ് ഓഫീസ് ഗുഡ്സ് ചാർജ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഹെഡ് ഓഫീസ് മേ സെൻഡ് ഗുഡ്സ് ടു ബ്രാഞ്ച്. അപ്പോൾ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത് ഏതൊക്കെ മെത്തേഡിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ്, ഏതൊക്കെ ടെക്നിക്കാണ് അവിടെ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ 2 രീതിയിലാണ് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത്. ഒന്ന് കോസ്റ്റ് പ്രൈസ് മെത്തേഡും 2 സെല്ലിംഗ് പ്രൈസ് മെത്തേഡും. അപ്പോൾ സെല്ലിംഗ് പ്രൈസ് മെത്തേഡിനെ നമുക്ക് ഇൻവോയ്സ് പ്രൈസ് മെത്തേഡ് എന്നും പറയാം. അപ്പോൾ 2 രീതിയിലാണ് ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത്. ഒന്ന് കോസ്റ്റ് പ്രൈസ് മെത്തേഡിലും 2 സെല്ലിംഗ് പ്രൈസ് മെത്തേഡിലും. അപ്പോൾ അതിൽ ഒന്നാമത്തെ സിസ്റ്റമാണ് എന്ത്? കോസ്റ്റ് പ്രൈസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇപ്പം നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ 2 മെത്തേഡിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഏതിൻ്റെ കേസിൽ? ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ കേസിൽ ഒന്ന് കോസ്റ്റ് മെത്തേഡ് കേസ്, കോസ്റ്റ് പ്രൈസ് മെത്തേഡ്. അതായത് ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൽ ഡെപ്റ്റർ സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ 2 മെത്തേഡാണ് വരുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് ബ്രാഞ്ചിൻ്റെ കേസിൽ നമുക്ക് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് 4 മെത്തേഡ് ഉണ്ട്. അതിൽ ഇവിടെ നമ്മൾ 2 മെത്തേഡേ പറയുന്നുള്ളൂ. ഏതൊക്കെ? ഡെപ്റ്റർ സിസ്റ്റം, സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റം. ഇനി ഡെപ്റ്റർ സിസ്റ്റമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഡെപ്റ്റർ സിസ്റ്റത്തിൽ നമുക്ക് 2 രീതിയിൽ ബ്രാഞ്ച് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത് 2 രീതിയിലാണ്. ഒന്ന് കോസ്റ്റ് പ്രൈസ് മെത്തേഡിലും 2 സെല്ലിംഗ് പ്രൈസ് അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് മെത്തേഡിലും. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഏത്? കോസ്റ്റ് പ്രൈസ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ എന്താണ് കോസ്റ്റ് പ്രൈസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കോസ്റ്റ് പ്രൈസിൽ നമ്മൾ ഗുഡ്സ് ബ്രാഞ്ചിന്, ഹെഡ് ഓഫീസ് ബ്രാഞ്ചിന് സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു മെഷീൻ നമുക്ക് വാങ്ങുമ്പോൾ 1 lakh rupees ആയി എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 1 ലക്ഷം രൂപയ്ക്ക് തന്നെ എന്ത് ചെയ്യാണ്? ഈ ഹെഡ് ഓഫീസ് ഈ ഗുഡ്സ് ബ്രാഞ്ചിന് സെൻഡ് ചെയ്യുന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കോസ്റ്റ് പ്രൈസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കി നോക്കൂ. അണ്ടർ ദിസ് മെത്തേഡ് ഗുഡ്സ് ആർ സെൻഡ് ടു ബ്രാഞ്ച് അറ്റ് കോസ്റ്റ് ബൈ ദി ഹെഡ് ഓഫീസ്. അപ്പോൾ ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത് എന്തിലാണ്? കോസ്റ്റിലാണ്, കോസ്റ്റ് പ്രൈസിലാണ്. അപ്പോൾ ഹിയർ കോസ്റ്റ് പ്രൈസ് മീൻസ് പർച്ചേസ് പ്രൈസ് പ്ലസ് എനി പർച്ചേസ് എക്സ്പെൻസസ് ഇൻകേർഡ് ഓൺ ദി ഗുഡ്സ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ? കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ പർച്ചേസ് പ്രൈസ്, നമ്മൾ ആ പർച്ചേസ് ചെയ്ത പ്രൈസ്. ഓക്കെ, പ്ലസ് എന്താ വരുന്നത്? എനി പർച്ചേസ് എക്സ്പെൻസസ് ആണ്. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന എന്തെങ്കിലും എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ
ആ പെർട്ടിക്കുലർ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും എക്സ്പെൻസസ് എക്സ്ട്രാ വന്നു, ദെൻ പർച്ചേസ് പ്രൈസ് വന്നിട്ടുണ്ടെങ്കിൽ അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇവിടെ എന്ത് ആഡ് ചെയ്യൂല, നോ പ്രോഫിറ്റ് ഈസ് ആഡഡ് ടു ദി കോസ്റ്റ് പ്രൈസ്, ഓക്കെ, ടു ദി പ്രൈസ്. അപ്പോൾ പ്രൈസിൻ്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്യൂല. ഈ ഒരു പോയിന്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ കോസ്റ്റ് പ്രൈസ് മെത്തേഡിൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഗുഡ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വരുന്ന പർച്ചേസ് പ്രൈസും പ്ലസ് അതിന് വേറെ എന്തെങ്കിലും എക്സ്പെൻസ് വരികയാണെന്നുണ്ടെങ്കിൽ അതുമാണ് കോസ്റ്റ് പ്രൈസ്. ഓക്കെ, ഇപ്പോൾ മെഷീൻ്റെ കേസിൽ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ മെഷീൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഒരു മെഷീൻ വാങ്ങിക്കുന്നതും അതിൻ്റെ ഇൻസ്റ്റലേഷൻ ചാർജ് അടക്കമാണ് ആ മെഷീൻ്റെ കോസ്റ്റ് നമ്മൾ കണക്കാക്കുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെയാണ് കോസ്റ്റ് പ്രൈസ് മെത്തേഡ്. അവിടെ എന്ത് ആഡ് ചെയ്യൂല, പ്രോഫിറ്റ് ആഡ് ചെയ്യൂല. പക്ഷേ ഇൻവോയ്സിൻ്റെ കേസിൽ എന്ത് ആഡ് ചെയ്യും, പ്രോഫിറ്റ് ആഡ് ചെയ്യും. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൽ ജേണൽ എൻട്രീസ് ആണ് ഇൻ ദി ഹെഡ് ഓഫീസ് ബുക്സ്. ഇപ്പോൾ നമ്മൾ കോസ്റ്റ് പ്രൈസിൽ ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ ജേണൽ എൻട്രീസ് ആണ് ഹെഡ് ഓഫീസിൻ്റെ ബുക്സിൽ വരിക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത്, ഈ ജേണൽ എൻട്രി ഒക്കെ നമ്മൾ പഠിക്കണം, ഫോർമാറ്റും പഠിക്കണം, എങ്കിലേ ബ്രാഞ്ച് അക്കൗണ്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ജേണൽ എൻട്രി എന്താണ്, ടു റെക്കോർഡ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് അസെറ്റ്സ് ലൈക്ക് സ്റ്റോക്ക്, പെറ്റി ക്യാഷ് ആൻഡ് അതർ അസെറ്റ്സ്. അപ്പോൾ സ്റ്റോക്ക്, പെറ്റി ക്യാഷ്, അതർ അസെറ്റ്സ് ഒക്കെ നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് അതിൻ്റെ ജേണൽ എൻട്രി. ദാറ്റ് ഈസ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ടു ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ടു ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട്. അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ടു ബ്രാഞ്ച് അതർ അസറ്റ് അക്കൗണ്ട് ആണ്. അതിനകത്ത് താഴേക്ക് ആക്കാൻ മറന്നതാണ് കേട്ടോ. ഓക്കെ, രണ്ടാമത്തെ ജേണൽ എൻട്രി എന്താണ് വരുന്നത്, ദാറ്റ് ഈസ് ടു റെക്കോർഡ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ബ്രാഞ്ച് ലയബിലിറ്റീസ് ഇഫ് എനി. ഇപ്പോൾ ബ്രാഞ്ച് ലയബിലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് എഴുതണം, ബ്രാഞ്ച് ലയബിലിറ്റീസ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്, ഈക്വേഷൻ കൊടുക്കണം. നെക്സ്റ്റ് ഗുഡ്സ് സെൻഡ് ടു ദി ബ്രാഞ്ച്. അപ്പോൾ ബ്രാഞ്ചിന് ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ ഇക്വേഷൻ കൊടുക്കുക, ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഗുഡ്സ് റിട്ടേൺ ബൈ ദി ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസ്. അപ്പോൾ ബ്രാഞ്ചിന് ഗുഡ്സ് സെൻഡ് ചെയ്യുമ്പോൾ ചില കേസിൽ അത് റിട്ടേൺ ഹെഡ് ഓഫീസിലേക്ക് തന്നെ റിട്ടേൺ വരും. അപ്പോൾ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എൻട്രി എന്താണ്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഓക്കെ, ഇതിൻ്റെ ഓപ്പോസിറ്റ്. Okay, then next, when head office meets branch expenses or send cash to the branch to meet the expenses like salary, അതേപോലെ തന്നെ റെൻറ്റ്, പെറ്റി ക്യാഷ്. അപ്പോൾ ബ്രാഞ്ചാണ് ഇപ്പോൾ ചില കേസിൽ അപ്പോൾ ഹെഡ് ഓഫീസാണ് ചില കേസിൽ എന്ത് ചെയ്യുന്നത്, ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ബ്രാഞ്ചിന് ക്യാഷ് സെൻഡ് ചെയ്യാണ് എന്തിനു വേണ്ടിയിട്ട്, ഈ പറയുന്ന എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യാൻ. എന്ത് എക്സ്പെൻസ്, സാലറി, റെൻറ്റ്, പെറ്റി ക്യാഷൊക്കെ മീറ്റ് ചെയ്യാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് വരുന്ന എൻട്രിയാണ് എന്ത്, ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ജേണൽ എൻട്രി വരുന്നത് വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് ഫ്രം ദി ബ്രാഞ്ച്. ഇപ്പോൾ COSH അല്ല, CASH ആണ്. ഓക്കെ, when cash is received from the branch in respect of cash sales or cash received from debtors including direct from debtors. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്, ഇപ്പോൾ നമ്മൾ ക്യാഷ് റിസീവ്ഡ് ഫ്രം ദി ബ്രാഞ്ച് ഇൻ റെസ്പെക്ട് ഓഫ് ക്യാഷ് സെയിൽസ്. ഇപ്പോൾ ക്യാഷ് സെയിൽ നടത്തി, ബ്രാഞ്ച് ക്യാഷ് സെയിൽ നടത്തി. അപ്പോൾ ആ ബ്രാഞ്ചിൽ നിന്നും ക്യാഷ് റിസീവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരിക, ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ദെൻ ക്ലോസിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്യാനുള്ള ജേണൽ എൻട്രി, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ബ്രാഞ്ച് പെറ്റി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഒന്നാമത്തെ എൻട്രീൻ്റെ ഓപ്പോസിറ്റ്. ഓക്കെ, ഓപ്പണിംഗ് ആകുമ്പോൾ ഇങ്ങനെ ബ്രാഞ്ച് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തിട്ട് മറ്റിനൊക്കെ ക്രെഡിറ്റ് ചെയ്യും. ക്ലോസിംഗ് ആകുമ്പോൾ നമുക്ക് ഇതെല്ലാം സ്റ്റോക്ക് അവിടെ ക്രെഡിറ്റ് ചെയ്തൊക്കെ ഇവിടെ ഡെബിറ്റ് ചെയ്യുക, ബ്രാഞ്ചിനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യാം. ദെൻ നെക്സ്റ്റ് എൻട്രിയാണ് ടു റെക്കോർഡ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ബ്രാഞ്ച് ലയബിലിറ്റി, ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ബ്രാഞ്ച് ലയബിലിറ്റിൻ്റെ ഓപ്പോസിറ്റ്, ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ലയബിലിറ്റീസ്. ദെൻ ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ് അറ്റ് ദി ബ്രാഞ്ച്. ബ്രാഞ്ചിൽ പ്രോഫിറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പോൾ എന്താ ഇക്വേഷൻ വരിക, ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ദെൻ നെക്സ്റ്റ് ട്രാൻസ്ഫർ ഓഫ് ബാലൻസ് ഇൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് ബാലൻസ് ഇൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഇപ്പോൾ ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗുഡ്സിൻ്റെ ബാലൻസ് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ സെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു
ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പോൾ ഈ 10 ജേണൽ എൻട്രി നിർബന്ധമായിട്ടും പഠിക്കുക. കാരണം ഷോർട്ട് ആൻസർ ടൈപ്പിൽ നിങ്ങൾക്ക് ജേണൽ എൻട്രി ചോദിക്കാനൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു സ്പെസിമിനാണ് ഇനി താഴെ പറയുന്നത്. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടതാണ്. കാരണം ഈ ഒരു ഫോർമാറ്റ് അറിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാനായിട്ട് അറിയുള്ളൂ. അപ്പോൾ സ്പെസിമിൻ ഓഫ് എ ബ്രാഞ്ച് അക്കൗണ്ട് ഈസ് ഗിവൺ ബിലോ. ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ സ്പെസിമിനാണ്, അതായത് ഹെഡ് ഓഫീസ് തയ്യാറാക്കുന്ന ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പോൾ ഇവിടെ ബാലൻസ് ബ്രോ ഡൗൺ, ഏതിൻ്റെയൊക്കെ ബാലൻസാണ് വരിക? സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, പെറ്റി ക്യാഷ്, ഫിക്സഡ് അസറ്റ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്. അപ്പോൾ ചില കേസിൽ നമുക്ക് സ്റ്റോക്കോ ഡെപ്റ്റേഴ്സോ ഇതൊന്നും തരൂല. അപ്പോൾ അതൊക്കെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേറെ ഫോർമാറ്റ് ഉണ്ട്. ഓക്കെ, ദെൻ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ പഠിക്കുക. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്, ബാങ്ക് റെമിറ്റൻസ് ബൈ ഹെഡ് ഓഫീസ്, ക്യാഷ് സെൻഡ് ഫോർ എക്സ്പെൻസ്, പെറ്റി ക്യാഷ്, ബാലൻസ് ക്യാരി ഡൗൺ വന്നിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഈ സൈഡിൽ നോക്കി നോക്കൂ. ബാലൻസ് ബ്രോ ഡൗൺ എന്തൊക്കെയാണ് വരുന്നത്? ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, ബാങ്ക് ട്രാൻസ്ഫർ, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്, റിട്ടേൺ ബൈ ബ്രാഞ്ചിൽ റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്. ദെൻ ബാലൻസ് ക്യാരി ഡൗൺ ആയിട്ടുള്ളതൊക്കെ ഇവിടെ നമ്മൾ കാണിച്ചു. അപ്പോൾ നമുക്ക് ഈ സൈഡാണെന്നുണ്ടെങ്കിൽ ജനറൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ വരും, ലോസ് ആകുമ്പോൾ ഈ സൈഡിൽ വരും. ഓക്കെ, അതാണ് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം, ഇല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ്. ദെൻ നെക്സ്റ്റ് ഇനി നമുക്ക് അടുത്തത് എന്താണ്? ഇതിൽ എന്തൊക്കെ പോയിൻറ്റ്സ് ആണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് വൈൽ പ്രിപ്പയറിങ് ബ്രാഞ്ച് അക്കൗണ്ട്? ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ട പോയിൻ്റാണ് ഒന്ന്, branch account is debited with opening balance of asset such as petty cash balance, opening stock, debtors, fixed asset, etc. അതാണ് നമ്മളിവിടെ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഓപ്പണിംഗ് ബാലൻസ്? അതായത് ബ്രാഞ്ച് അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസിലാണ് നമ്മൾ തുടങ്ങുന്നത്. ഓപ്പണിംഗ് ബാലൻസ് ബ്രോ ഡൗൺ ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ദെൻ ബ്രാഞ്ച് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ലയബിലിറ്റീസ് such as creditors, outstanding expenses, etc. അപ്പോൾ ബ്രാഞ്ച് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നത് എന്താണ്? ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ലയബിലിറ്റീസ്, അത് ബ്രോ ഡൗൺ ചെയ്തിട്ടാണ്. അപ്പോൾ ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് അവിടെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ദെൻ നെക്സ്റ്റ്, ബ്രാഞ്ച് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് വിത്ത് വാട്ട് എവർ ദി ഹെഡ് ഓഫീസ് ഹാസ് സെൻഡ് ടു ദി ബ്രാഞ്ച് ഡ്യൂറിങ് ദി അക്കൗണ്ടിങ് ഇയർ. അപ്പോൾ എന്താണോ ആ അക്കൗണ്ടിങ് ഇയറിൽ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിലേക്ക് സെൻഡ് ചെയ്തിട്ടുള്ളത്, വാട്ട് എവർ എന്ത് സെൻഡ് ചെയ്താലും അത് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ദെൻ ബ്രാഞ്ച് ക്രെഡിറ്റ് ചെയ്യുന്നത് എന്താണ്? വിത്ത് വാട്ട് എവർ ഹെഡ് ഓഫീസ് ഹാസ് റിസീവ്ഡ് ഫ്രം ദി ബ്രാഞ്ച്. അപ്പോൾ ഹെഡ് ഓഫീസ് ബ്രാഞ്ചിൽ നിന്ന് എന്താണോ റിസീവ് ചെയ്തിട്ടുള്ളത് അത് നമ്മൾ അവിടെ ക്രെഡിറ്റ് ചെയ്യണം. എക്സാമ്പിൾ പറയുന്നത് ഇൻക്ലൂഡ് ക്യാഷ് റെമിറ്റഡ് ബൈ ബ്രാഞ്ച് ഓൺ അക്കൗണ്ട് ഓഫ് ക്യാഷ് സെയിൽ, ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെപ്റ്റേഴ്സ്, ഗുഡ്സ് റിട്ടേൺഡ് ബൈ ദി ബ്രാഞ്ച്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ദെൻ നെക്സ്റ്റ് പറയുന്ന പോയിന്റ് എന്താണ്? ബ്രാഞ്ച് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വിത്ത് ദി ക്ലോസിംഗ് ബാലൻസ് ഓഫ് അസറ്റ് സച്ച് ആസ് പെറ്റി ക്യാഷ് ബാലൻസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ഫിക്സഡ് അസറ്റ്, എക്സെട്ര. ദെൻ നെക്സ്റ്റ്, ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റഡ് വിത്ത് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ലയബിലിറ്റീസ് സച്ച് ആസ് ക്രെഡിറ്റേഴ്സ്, ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസസ്, എക്സെട്ര. അപ്പോൾ ഇതൊന്നുമില്ല, നമ്മൾ ഈ ഫോർമാറ്റിൽ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ നമ്മളൊന്ന് വിശദമായിട്ട് പറയണമെന്നുള്ളൂ. അത് നമ്മൾ പോയിന്റ് ഓർത്ത് വെക്കേണ്ടതാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നെക്സ്റ്റ് നിർബന്ധമായിട്ടും നമ്മൾ ഓർത്ത് വെക്കേണ്ട മറ്റു കാര്യങ്ങൾ എന്താണ്? ട്രാൻസാക്ഷൻസ് വിച്ച് ഡു നോട്ട് അപ്പിയർ ഇൻ ദി ബ്രാഞ്ച്. അപ്പോൾ ബ്രാഞ്ചിൽ അപ്പിയർ ചെയ്യാത്ത ട്രാൻസാക്ഷൻ, അതായത് ഈ ട്രാൻസാക്ഷനൊന്നും നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ കാണിക്കേണ്ട ആവശ്യമില്ല. എന്തൊക്കെയാണ്? ഒന്ന് പെറ്റി എക്സ്പെൻസസ് ബ്രാഞ്ച് അക്കൗണ്ടിൽ കാണിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തത് എക്സ്പെൻസ് ഇൻകേർഡ് ബൈ ബ്രാഞ്ച്, ആ പെർട്ടിക്കുലർ ബ്രാഞ്ചിന് വന്ന എക്സ്പെൻസ് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ കാണിക്കണമെന്നില്ല. ദെൻ നെക്സ്റ്റ്, പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ഓർ ഗുഡ്സ് ബൈ ബ്രാഞ്ച് എന്തെങ്കിലും അസറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിക്കണമെന്നില്ല. നെക്സ്റ്റ്, ഡിപ്രിസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ്. നെക്സ്റ്റ്, സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. നെക്സ്റ്റ്, ക്രെഡിറ്റ് സെയിൽ ഓഫ് ഗുഡ്സ്, ബാഡ് ഡെപ്റ്റ്, ഡിസ്കൗണ്ട് അലൗഡ്, റിട്ടേൺ ബൈ കസ്റ്റമർ ടു ബ്രാഞ്ച്, എമൗണ്ട് കളക്റ്റഡ് ഫ്രം ഡെപ്റ്റേഴ്സ്. ദെൻ നെക്സ്റ്റ്, ഷോർട്ടേജ് ഓർ സർപ്ലസ് ഓഫ് സ്റ്റോക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും ട്രാൻസാക്ഷൻസ് നമ്മൾ ഏതിൽ കാണിക്കണ്ട? ബ്രാഞ്ച് അക്കൗണ്ടിൽ കാണിക്കണ്ട. ഓക്കെ, ദെൻ നെക്സ്റ്റ്, കാൽക്കുലേഷൻ ഓഫ് മിസ്സിംഗ് ഫിഗേഴ്സ് ആണ്. മിസ്സിംഗ് ഫിഗേഴ്സ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പോൾ കാൽക്കുലേഷൻ ഓഫ് മിസ്സിംഗ് ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ചില കേസിൽ നമുക്ക് സ്റ്റോക്ക്, അതേപോലെ തന്നെ ഡെപ്റ്റേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞു ഡെപ്റ്റേഴ്സ്, ഇതൊന്നും നമുക്ക് തന്നിട്ടുണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ മിസ്സിംഗ് ഫിഗർ റിലേറ്റിംഗ് ടു സ്റ്റോക്ക്, അപ്പോൾ സ്റ്റോക്കിനെ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും മിസ്സിംഗ് ഫിഗർ ഉണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടെത്തേണ്ടത് അല്ലെങ്കിൽ അത് നിർണ്ണയിക്കേണ്ടത് ബൈ ഓപ്പണിംഗ് എ മെമ്മോറാൻഡം ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടാണ്. അപ്പോൾ നമ്മളൊരു മെമ്മോറാൻഡം ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം സ്റ്റോക്ക് റിലേറ്റ് ചെയ്തിട്ടുള്ള മിസ്സിംഗ് ഫിഗേഴ്സ്
കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ഇനി ഡെപ്റ്റേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള മിസ്സിംഗ് ഫിഗേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? പ്രിപ്പയർ മെമ്മോറാണ്ടം ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. നമ്മളൊരു മെമ്മോറാണ്ടം ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്, എന്തെങ്കിലും മിസ്സിംഗ് ഫിഗർ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ. ഡെപ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മിസ്സിംഗ് ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുന്നത് മെമ്മോറാണ്ടം ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കിയിട്ടാണ്. ഓക്കെ, ദെൻ അതിൻ്റെ ഫോർമാറ്റാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഈ 2 ഫോർമാറ്റ് നിങ്ങൾ പഠിക്കണം. അപ്പോൾ മെമ്മോറാണ്ടം ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് ആദ്യം നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യണം. ദെൻ ക്രെഡിറ്റ് സെയിൽ ഉണ്ടെങ്കിൽ അത് കാണിക്കണം. അതേപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ക്യാഷോ ബാങ്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കണം. സെയിൽസ് റിട്ടേൺ കാണിക്കണം, ബാഡ് ഡെപ്റ്റ് കാണിക്കണം, ഡിസ്കൗണ്ട് അലൗഡ് കാണിക്കണം. അപ്പോൾ നമുക്ക് ക്ലോസിംഗ് ബാലൻസ് എന്താണോ അതാണ് ബാലൻസ് ക്യാരിഡ് ഓൺ. ക്ലോസിംഗ് ബാലൻസിൻ്റെ അതൊക്കെ നമ്മൾ കാണിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ഇതിലേതെങ്കിലും മിസ്സിംഗ് ഉണ്ടെങ്കിൽ നമുക്കത് പ്രിപ്പയർ ചെയ്യാം. ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു ഫൈൻഡ് ഔട്ട് മിസ്സിംഗ് ഫിഗേഴ്സ് സച്ച് ആസ് ഓപ്പണിംഗ് ബാലൻസ് ഓർ ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെപ്റ്റേഴ്സ് ഓർ ക്ലോസിംഗ് ബാലൻസ്. അപ്പോൾ മെമ്മോറാണ്ടം ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ്? ഒന്ന്, മിസ്സിംഗ് ഫിഗേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ ക്യാഷ് കളക്റ്റഡ് ഫ്രം ഡെപ്റ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ കളക്ട് ചെയ്ത ക്യാഷിൻ്റെ ഫിഗർ നമുക്ക് മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ, ക്ലോസിംഗ് ബാലൻസ് മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിലൊക്കെ നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. ദെൻ നെക്സ്റ്റ് രണ്ടാമത്തേതാണ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫൈൻഡ് ഔട്ട് മിസ്സിംഗ് ഫിഗേഴ്സ് സച്ച് ആസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്ക് അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ക്യാഷ് സെയിൽസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽസ് അല്ലെങ്കിൽ ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ്, ഇത് നമുക്കറിയില്ലെങ്കിൽ അത് കണ്ടെത്താൻ നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അതേപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് കണ്ടെത്താൻ നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്യാഷ് സെയിൽ നടന്നു, നമുക്ക് എത്ര സെയിൽ നടന്നു എന്നറിയില്ല, നമ്മൾ സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ക്രെഡിറ്റ് സെയിൽ നടന്നു, എത്ര സെയിൽ നടന്നു എന്നറിയില്ല, സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിൻ്റെ അടുത്ത് നമ്മൾ ഗുഡ്സ് റിസീവ് ചെയ്തു, പക്ഷെ എത്രത്തോളം റിസീവ് ചെയ്തു എന്നറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു എമൗണ്ട് കിട്ടാനും നമ്മൾ ഈ അക്കൗണ്ട് തയ്യാറാക്കണം. അപ്പോൾ ഈ 3 അക്കൗണ്ടാണ് നമ്മളിവിടെ നിർബന്ധമായിട്ടും പഠിക്കേണ്ടത്. ഒന്നിത് ബ്രാഞ്ച് അക്കൗണ്ട്, ഇതിൻ്റെ ഫോർമാറ്റ് നിർബന്ധമായിട്ടും പഠിക്കുക, എങ്കിലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ അറിയുള്ളൂ. പിന്നെ ഈ 2 ഫോർമാറ്റും നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കുക. ഓക്കെ, ഇനി ഒരു നോട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ നോട്ട്? ദി ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഷുഡ് ബി പ്രിപ്പയർഡ് എയ്തർ അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ ഇൻവോയ്സ് പ്രൈസ്. അപ്പോൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് മാത്രം നമുക്ക് കോസ്റ്റ് പ്രൈസിലോ അല്ലെങ്കിൽ ഇൻവോയ്സ് പ്രൈസിലോ നമുക്ക് എന്ത് ചെയ്യാം? പ്രിപ്പയർ ചെയ്യാം. ഇനി ഇൻ കേസ് ഓഫ് ഗുഡ്സ് ഹാവ് ബീൻ സെൻഡ് ടു ദി ബ്രാഞ്ച് അറ്റ് ഇൻവോയ്സ് പ്രൈസ്. ഇപ്പോൾ ഇൻവോയ്സ് പ്രൈസിലാണ് നമുക്ക് ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻവോയ്സ് പ്രൈസിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. പക്ഷേ നമ്മൾ എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് ബെറ്റർ ടു പ്രിപ്പയർ ദി ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് അറ്റ് ഇൻവോയ്സ് പ്രൈസ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കോസ്റ്റ് പ്രൈസിലാണ് സെൻഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇൻവോയ്സ് പ്രൈസ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ ഇൻവോയ്സ് പ്രൈസിൽ ചെയ്യണ്ട. പക്ഷേ ഏറ്റവും ബെറ്റർ എന്താണ്? ഇൻവോയ്സ് പ്രൈസിൽ സ്റ്റോക്ക് അല്ലെങ്കിൽ ബ്രാഞ്ചിൻ്റെ സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ തിയറി പാർട്ടാണ്. ഈ ഭാഗം നിങ്ങൾ നന്നായി മനസ്സിലാക്കി ഈ 3 ഫോർമാറ്റും പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ പ്രോബ്ലം ചെയ്യാനായിട്ട് കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലൊരു ജസ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ? ഇഷ്ടമെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.